പെഞ്ചൽ ഭീതി ഒഴിഞ്ഞെങ്കിലും മഴ സൃഷ്ടിച്ച ദുരിതം ഒഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ പ്രളയം 1.5 കോടി ജനങ്ങളെ ബാധിച്ചെന്നാണ് കണക്ക്. പേമാരിയിൽ സംസ്ഥാനത്ത് 13 പേർ മരിച്ചപ്പോൾ 2.11 ലക്ഷം ഹെക്ടർ കൃഷിയിടങ്ങളെയും മഴ ബാധിച്ചു. ചില മേഖലകളിൽ ഇപ്പോഴും റെഡ് അലേർട്ട് തുടരുകയാണ്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത നാശം വിതച്ചാണ് ഫെഞ്ചൽ ചുഴലിക്കാറ്റ് കടന്നുപോയത്. തമിഴ്നാട്ടിലെ 14 ജില്ലകളിലായി 1.5 കോടിയോളം ആളുകളെ പ്രളയം ബാധിച്ചു. 2.11 ലക്ഷം ഹെക്ടർ കൃഷിയിടങ്ങളും നശിച്ചു. വിഴുപുരം, തിരുവണ്ണാമലൈ, കള്ളക്കുറിച്ചി, കൃഷ്ണഗിരി, റാണിപ്പേട്ട്, തിരുപ്പത്തൂർ, സേലം തുടങ്ങിയ മേഖലകളെ പ്രളയം കാര്യമായി ബാധിച്ചു. 13 ജീവനുകളാണ് ഇതുവരെ മഴക്കെടുതിയിൽ പൊലിഞ്ഞത്. തിരുവണ്ണാമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ 7 പേർ മരിച്ചു. വിഴുപുരവും കടലൂരും മഴക്കെടുതിയിൽ നിന്ന് മുക്തമായിട്ടില്ല. 2400-ലധികം കുടിലുകളും 700-ലധികം വീടുകളും നശിച്ചു. വാഹനങ്ങൾ ഒഴുകിപ്പോയി. കൃഷ്ണഗിരി, ധർമ്മപുരി ജില്ലകൾ വെള്ളത്തിലായി. 15 മണിക്കൂറോളം തുടർച്ചയായി മഴ പെയ്തു ഈ മേഖലയിൽ. പുതുച്ചേരിയിൽ കഴിഞ്ഞ ദിവസം ഒറ്റ രാത്രി 50 സെന്റിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ആന്ധ്ര തീരത്തും മഴ ഒഴിഞ്ഞില്ല. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ തിരുപ്പതി, നെല്ലൂർ, കടപ്പ, ചിറ്റൂർ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. മേഖലയിൽ വ്യാപക കൃഷിനാശമാണ് സംഭവിച്ചത്. കർണാടകയിലും പലയിടത്തും മഴ കനത്തു. ബംഗളൂരു നഗരത്തെ മഴ സാരമായി ബാധിച്ചു. ദക്ഷിണ കന്നഡ, ഉടുപ്പി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ചുഴലിക്കാറ്റ് ഭീതി ഒഴിഞ്ഞെങ്കിലും തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നീലഗിരി, കോയമ്പത്തൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. ഈറോഡ്, തിരുപ്പൂർ, ഡിണ്ടിഗൽ, തേനി ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. മഴക്കെടുതിയിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ നേരിട്ട് വിളിച്ച് പ്രധാനമന്ത്രി അടിയന്തര സഹായം ഉറപ്പു നൽകി. 2000 കോടി രൂപയുടെ സഹായം വേണമെന്നാവശ്യപ്പെട്ട് നേരത്തെ സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.